തിരുവനന്തപുരം ജില്ലയിലെ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്താണുള്ളത്. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിനായിരിക്കും. അതായത് ഗവൺമെൻറ് തലത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങളെയാണ് ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ള ഒരു വലിയ വാർത്ത നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ കേട്ടു തുടങ്ങിയിരുന്നു. ESLും അതുപോലെ തന്നെ അനേർട്ടും എല്ലാം കൂടി ചേർന്നിട്ട്, അതായത് ഗവൺമെൻറ് തലത്തിലുള്ള ഓരോ വകുപ്പുകളാണ്. പരമ്പരാഗത ഊർജ്ജ സംരക്ഷണ വകുപ്പ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ വകുപ്പുകളെല്ലാം കൂടി ചേർന്നിട്ട് ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് MVDകൾക്കുള്ള ഇലക്ട്രിക് വാഹനങ്ങളെ കൈമാറുന്ന ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത്. ഇവിടെ നമുക്ക് ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ കാണാം. ഏകദേശം 65ഓളം ടാറ്റ നെക്സോൺ EVകളാണ് കൈമാറുന്നത്. അതുപോലെ തന്നെ മറ്റും വാഹനങ്ങളും കൈമാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൈമാറ്റ ചടങ്ങിലാണ് നമ്മളുള്ളത്. ഇത് ഓരോ ജില്ലകളിലേക്ക് പോകേണ്ട വാഹനങ്ങളാണ്. അത് കൊണ്ടുപോകാനുള്ള MVIകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരത് കളക്ട് ചെയ്ത് അവരുടെ ജില്ലകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ജില്ലകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇനി അവരുടെ ദൈനംദിന യൂസുകളിൽ ഇത്തരം നെക്സോൺ EVകൾ ഉപയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ അതിന് കൈമാറുന്ന ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത്. ഒരുപക്ഷെ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇത് കാരണമായേക്കാം. ഊർജ്ജപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊരു വ്ളോഗ് പോലെ വളരെ പെട്ടെന്ന് കണ്ടു തീർക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതാണ് നെക്സോൺ EV, അതായത് MVDക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന നെക്സോൺ EV എന്ന് പറയുന്നതിൻ്റെ ഒരു മോഡൽ. ഒരുപാട് മോഡലുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഏകദേശം 65ഓളം വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 45ലധികം വാഹനങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ടോ നിരന്ന് കിടക്കുന്നുണ്ട്. ധാരാളം MVIമാർ വന്ന വാഹനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് കൈമാറാനുള്ള വാഹനമാണ്. ഇനി ഇതിനൊരു റോഡ് ഷോ നടക്കാനുണ്ട്. അതിൻ്റെ വിഷ്വലും ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന സമയത്ത് ഞാനൊരു വണ്ടി ഇവിടെ കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും വാഹനത്തിനകത്ത് വരുത്തിയിട്ടില്ല. ഒരു ബീക്കൺ ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, MVDയുടെ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ സ്റ്റിക്കർ, റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേ സ്റ്റിക്കർ വർക്കുകൾ നമ്മൾ സൈഡിലും ചെയ്തിട്ടുണ്ട്. MVD, അതുപോലെ തന്നെ സേഫ് കേരള, അതുപോലെ തന്നെ ESLൻ്റെ, അതായത് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ്, ഗ്രീൻ നമ്പർ പ്ലേറ്റ് കാണാം. ഇലക്ട്രിക് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ. ഇൻറ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. ESLൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇൻറ്റീരിയറിൽ വരുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. ESLൻ്റെ ലോഗോട് കൂടിയിട്ടുള്ള ആ ഒരു വ്യത്യാസം മാത്രമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു നമ്മുടെ വാക്കി ടോക്കിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫയലുകൾ, അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ സെറ്റപ്പ്. അതുമാത്രമാണ് ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുള്ളത്. ESLൻ്റെ ലോഗോ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് മോഡലല്ല, ടോപ്പ് മോഡലിൻ്റെ താഴെയുള്ള, അതായത് നമ്മൾ 3 വേരിയൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു EVയെ കുറിച്ച്. 15.5 ലക്ഷം, 16.5 ലക്ഷം, 17.5 ലക്ഷം അങ്ങനെ ഓൺ റോഡ് പ്രൈസ് വരുന്ന. അതിൽ 16.5 ലക്ഷം ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു തരത്തിൽ MVD എന്നുള്ള ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ആകെ ഒരു വ്യത്യാസമുള്ളത് സൺറൂഫ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനി മുതൽ ബൊലേറോയോ അല്ലെങ്കിൽ മഹീന്ദ്രൻ്റെ മറ്റു വാഹനങ്ങളെ മാത്രമല്ല, നമ്മളൊരു നെക്സോൺ EV കൂടി MVD എന്നുള്ള ലെവലിൽ കാണേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇങ്ങനെ ഒരു വാഹനം MVD സ്വന്തമാക്കുന്ന സമയത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇങ്ങനെ ഒരു വാഹനം കേരള ഗവൺമെൻറ് സ്വന്തമാക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിലുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ മനോഹർ സാറുണ്ട്. മനോഹർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേർട്ടിൻ്റെ മൊബിലിറ്റി സെൽ എന്ന് പറയുന്ന ഡിവിഷൻ്റെ ഹെഡാണ്. സാർ സ്വാഗതം. നമസ്കാരം. ഓക്കെ, നിലവിൽ കേരള സർക്കാർ ഒരു വലിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതായത് നിലവിൽ സർക്കാരിൽ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക്കിലേക്ക് മാറ്റുക. അതിന്റെ ആദ്യ ഘട്ടം എന്നുള്ളതിൽ സാധാരണ നിലവിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒത്തിരി വാഹനങ്ങൾ നമ്മൾ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡീസൽ പെട്രോൾ കാറുകൾ, അത് മുഴുവൻ മാറ്റി ഇലക്ട്രിക് കാറുകളാക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് കാറുകൾ അനർട്ട് ലീസിന് കൊടുക്കുന്നുണ്ട്. അതായത് ESL എന്നുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞിട്ട് അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 12 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ഇലക്ട്രിക് കാറിന് വില വരും. അപ്പോൾ ആ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാസ വാടക ഇനത്തിൽ നമ്മൾ വണ്ടി കൊടുക്കുന്ന പുതിയൊരു പദ്ധതിയാണ്. ഇതനുസരിച്ച് 3 തരം വണ്ടികളാണ് കൊടുക്കുന്നത്. ഒന്ന് ടാറ്റ ടിഗോർ EV 22,950 രൂപ മാസ വാടക അടച്ചു കഴിഞ്ഞാൽ ടാറ്റ ടിഗോർ EV ഒരു ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ വരെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു വാഹനം നമ്മൾ ഇരിക്കുന്ന വണ്ടിയാണ് ടാറ്റ നെക്സോൺ EV. ഈ നെക്സോൺ EVയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫുൾ ചാർജിൽ നമുക്ക് 300 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും.
ഇതിൻ്റെ മോട്ടോർ കപ്പാസിറ്റി 100 കിലോവാട്ടാണ്. സാധാരണ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മോട്ടറിൻ്റെ കപ്പാസിറ്റി 20-30 കിലോവാട്ട് ആയതുകൊണ്ട് ഇതിന് പുള്ളിങ് ഇല്ലാത്ത പ്രശ്നം, തേര് കയറാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ളതാണ് പുതിയ ഇലക്ട്രിക് കാറുകളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വണ്ടിയുടെ കപ്പാസിറ്റി പറയുന്നത് CC-യിലാണ്. അപ്പോൾ നമ്മൾ 100 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 CC-ക്ക് മുകളിൽ പവറുണ്ട്. അപ്പോൾ അതിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പെർഫോമൻസും ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് ആണ്. അതിന് 3 വർഷം വരെ ലൈഫ് ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി, ആ ബാറ്ററി കെമിസ്ട്രി തന്നെ മാറ്റിയിട്ടുണ്ട്. അതായത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി എന്ന് പറയും. അത് കമ്പനി വാറണ്ടി തന്നെ 8 വർഷമാണ്. ഏകദേശം 12 വർഷം വരെ ഉപയോഗിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് മെയിൻ്റെനൻസ് ആകുന്നില്ല. ഇതിനകത്ത് മൂവിംഗ് പാർട്സ് വളരെ കുറവാണ്. അതായത് എഞ്ചിന്, ഗിയർ ബോക്സ്, ക്ലച്ച്, ഇങ്ങനെ ഒരു സാധനങ്ങളെ ഒന്നുമില്ല. സാധാരണ ഒരു ഡീസൽ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ പണി, ക്ലച്ച് പണി, ഗിയർ ബോക്സ് പണിയൊക്കെ വരും. ഇതിനകത്ത് യാതൊരു പണിയും ഇല്ല. അങ്ങനെയുള്ള നേരിട്ട് മോട്ടർ, ഒരു കൺട്രോൾ, ഒരു ബാറ്ററി, ഇതാണ്. ബാറ്ററിയൊക്കെ പുതിയ ടെക്നോളജി ആയതുകൊണ്ട് ഇതിനകത്ത് യാതൊരു മെയിൻ്റെനൻസ് ഒന്നും വരത്തില്ല. ആകെപ്പാടുള്ള വൈപ്പർ, പിന്നെ ബ്ലേഡ് മാറ്റുക, ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റുക, അങ്ങനെ സാധനം. ബ്രേക്ക് സിസ്റ്റം മാത്രം സാധാരണ വണ്ടിയിലുള്ള ബ്രേക്ക് അതേ സിസ്റ്റം, അത് മാത്രമേ ഉള്ളൂ. മെയിൻ്റെനൻസ്. അതേപോലെ തന്നെ ഇന്ധന ചെലവ് സാധാരണ 5 രൂപ മുതൽ 6 രൂപ വരെ 1 കിലോമീറ്റർ വരും. ഇതിൽ 1 രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ. അങ്ങനെ ഭയങ്കര നേട്ടങ്ങളുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ സാധാരണ ഡിപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ച് 30,000, 40,000, 50,000 രൂപ മാസ വാടകയ്ക്ക് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഭമാണ്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഏകദേശം 65 വണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡീസൽ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഏകദേശം 80,000 രൂപ വരെ മാസം വാടകയ്ക്ക് എടുത്തുകൊണ്ടിൻ്റെ വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇത് 27,000-28,000 രൂപ മാസ വാടകയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അതുപോലെ തന്നെ ഫ്യൂവലിന്റെ കേസ് നോക്കുമ്പോഴും ഒക്കെ ഇത് ലാഭമാണ്, ഭയങ്കരമായിട്ട് ലാഭമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പുക മലിനീകരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതെ, വരും കാലങ്ങളിൽ ഇടയ്ക്ക് ഡൽഹിയിൽ തന്നെ വലിയൊരു ഇഷ്യൂ ഉണ്ട്, പുക മലിനീകരണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കടത്തുകൊണ്ട് അടുത്ത ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ വരുന്നത് നമ്മൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നാണ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ വാഹനം കൂടുതൽ സ്കൂട്ടർ ആണെങ്കിലും ഇലക്ട്രിക് സാധാരണ കാറുകളിൽ നിന്നുള്ള പൊല്യൂഷനാണ് കൂടുതലും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ള അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഡൽഹി കഴിഞ്ഞാൽ അടുത്ത കേരള സർക്കാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങി ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇതെല്ലാവരും പ്രാധാന്യം കണക്കിലെടുത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപാട് റിക്വസ്റ്റുകൾ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ നമ്മൾ 7-8 ഡിപ്പാർട്ട്മെന്റ് വണ്ടി കൊടുത്തു കഴിഞ്ഞു, 50ഓളം വണ്ടി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അടുത്ത ജനറേഷൻ ഇലക്ട്രിക് വാഹനങ്ങളാണ് എന്ന് പറയുന്നതിനെ ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഇവന്റാണ് ശരിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ നിലവിൽ ഇലക്ട്രിക് വണ്ടിയുടെ വില കുറച്ച് കൂടുതൽ എന്നുള്ളതാണ്. 16 ലക്ഷം വരെ ഉണ്ട്. ആ വില ഒരു 10 ലക്ഷത്തിന് താഴെ വന്നാൽ സാധാരണ പൊതുജനങ്ങളും ഇലക്ട്രിക് കാർ എടുത്തു തുടങ്ങും. തീർച്ചയായിട്ടും ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. രണ്ടാമത്തെ ഒരു അപര്യാപ്തത ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷന്റെ ഒരു കുറവാണ്. അപ്പൊ അത് സർക്കാർ തന്നെ ഫ്രീ ആയിട്ട് ഇപ്പൊ 10 ചാർജിങ് സ്റ്റേഷൻ 14 ജില്ലയായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു 3 മാസത്തിനകത്ത് ഒരു 50ഓളം ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ. സോളാർ പവേർഡ് വെക്കുകയാണെങ്കിൽ അതിന് സബ്സിഡിയും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. സോ ഇതൊരു വലിയ സ്റ്റെപ്പാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മോട്ടോർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്, റോഡ് ഷോ നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോവാം, അതിന്റെ വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചാർജിങ് സ്റ്റേഷനുകളാണ്. നമ്മുടെ തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് അനവിട്ടും അതുപോലെ തന്നെ ESL എല്ലാം കൂടി ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ. ഈ ചാർജിങ് സ്റ്റേഷൻ്റെ അകത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് പോർട്ടുകളുണ്ട്. നമുക്ക് DC ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വാഹനങ്ങൾക്കുള്ള ചാർജിങ് പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നെക്സോണിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടിഗോറിൻ്റെ അപ്പുറത്തുണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷനുകൾക്കുമുള്ള ചാർജിങ് പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു MVDയുടെ വണ്ടി വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ ചാർജിങ് എത്രയാണ്, ഇപ്പോഴത്തെ കപ്പാസിറ്റി എത്രയാണ് കാണിക്കുന്നത് എന്നുള്ളത് സാധാരണ ഇതിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ
പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കാണിക്കും. ഇതിനകത്ത് 81% ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ റോഡ് ഷോ ഒക്കെ എടുത്തിട്ട് അധികം ഓടിച്ചിട്ടില്ലല്ലോ. ഇനി ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വരെ ചാർജ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെയും അത് കാണിക്കും. DC1, DC2, AC ചാർജർ പുറത്തുണ്ട്. ബാക്കി 2 DC ചാർജറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് സാധാരണ ഇതിൽ നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ ആ ഡിവൈസ് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം എടുത്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഞാൻ കാണിക്കാം. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ എന്ത് ചെയ്യും, ചാർജ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജായി തുടങ്ങും. കണ്ടോ, കണക്റ്റായി എന്നുള്ളതിൻ്റെ ആ പ്രിപ്പയറിങ് കാര്യങ്ങളൊക്കെ വന്നു. സോ ഫാനിൻ്റെ ഇത് സൗണ്ട് കൂടി ആക്റ്റീവായി തുടങ്ങി. ഇവിടെ DC എന്ന് പറഞ്ഞിട്ടുള്ള ലാമ്പ് കത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് കാണിച്ചു തുടങ്ങും. ഇപ്പോൾ ഇവിടെ പ്രിപ്പയറിംഗ് എന്നാണ് കാണിക്കുന്നത്. പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ചാർജിങ് ഇപ്പോൾ 81%. നേരത്തെ നമ്മൾ വണ്ടിയിൽ കണ്ട 81% ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര സമയം, റിമൈനിങ് ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ്റെ അകത്തും അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഓഫ് ആവുകയും നമുക്കെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അത് റീഫ്രഷ് ആവുന്നതാണ് കാണിക്കുന്നത്. റോഡ് ഷോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡ് ഷോ ഇങ്ങനെ ഫോളോ ചെയ്ത് കുറച്ച് വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഞാൻ എൻ്റെ ഗിയേഴ്സ് അപ്ഗ്രേഡ് ചെയ്തോ അല്ലെങ്കിൽ ക്യാമറ മാറ്റിയോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. കാരണം അത്രയും മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. അത് ഞാൻ എടുത്തതല്ല, അത് എടുത്തയാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. വിഷ്ണു ചേട്ടാ ഒരു ഹായ് പറയൂ. ഹായ്. വിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓട്ടോസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. നമ്മുടെ പോലെ തന്നെ വണ്ടികളൊക്കെ പരിചയപ്പെടുത്തുന്ന, എന്നാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. കൂടുതലും വലിയ വണ്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, എല്ലാ വണ്ടികളാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും കൂടുതൽ വലിയ വണ്ടികൾക്ക് അത് നിങ്ങൾ വലിയ ആളായതുകൊണ്ടാണോ? ഞാനിങ്ങനെ ഇരിക്കുമ്പോഴേ മിക്കവാറും വണ്ണം കയറും, സ്റ്റിയറിംഗിന്റെ അടുത്ത് ഒത്തിരി ഇതായിട്ട് വലിയ വണ്ടി ആകുമ്പോൾ പ്രശ്നമില്ല, വലിപ്പമുള്ള സ്ഥലമല്ല. അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷന് താഴെയുണ്ട്. കണ്ട ആളുകളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എന്നാൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയറി കാണാം. നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ വിഷ്ണു ചേട്ടനും അതുപോലെ തന്നെ വിഷ്ണു ചേട്ടൻ്റെ ഒരു അനിയനുണ്ട് ജിഷ്ണുവും കൂടിയാണ് ഈ വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരേക്ക് ഒന്ന് കടമെടുത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വാഹന ലോകത്ത് അടുത്ത ഒരു ഇറ എന്ന് പറയാവുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ സുലഭമാവുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കേരള ഗവൺമെൻറ് തലത്തിലും KSEBയും അതുപോലെ തന്നെ അനേർട്ടും EESLും എല്ലാം ചേർന്നിട്ട് ഇലക്ട്രിക് സ്റ്റേഷനുകളെ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ധാരാളമായി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങളെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞതും പരിചയപ്പെട്ടതും. അപ്പോൾ ഒരുപാട് ആളുകൾ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രിക് സ്റ്റേഷനുകൾ സുലഭമാവാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ശുഭ സൂചന കൂടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.